HTV നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുമായി UAE. തടവും 2 ലക്ഷം ദിർഹം വരെ പിഴയും. ദുബായ് അബുദാബി ഇനി അരമണിക്കൂറിൽ പറന്നിറങ്ങാം. മലയാളി ജീവനക്കാരടക്കമുള്ള ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ചരക്കു കപ്പൽ ഉടൻ വിട്ടയക്കും. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നാളെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ന്യൂനമർദ്ദം ചൊവ്വാഴ്ച മുതൽ അസ്ഥിരമായ കാലാവസ്ഥ, മഴയ്ക്ക് സാധ്യത പ്രവചിച്ച് ബഹ്റൈൻ അധികൃതർ. ദെയ്ദിൽ പുതിയ സർവകലാശാല വരുന്നു. മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാർക്ക് ജോലി സാധ്യത. വാർത്തകൾ വിശദമായി. അഭ്യൂഹങ്ങളും തെറ്റായ വാർത്തകളും പ്രചരിപ്പിക്കുന്നതിനെതിരെ പൊതുജനങ്ങൾക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി UAE പബ്ലിക് പ്രോസിക്യൂഷൻ. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കുറഞ്ഞത് 1 വർഷം തടവും 1 ലക്ഷം ദിർഹം പിഴയുമാണ് ശിക്ഷ. അതേസമയം ഇത്തരം കുറ്റകൃത്യങ്ങൾ പകർച്ചവ്യാധി പ്രതിസന്ധികൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അധികാരികൾക്കെതിരെ പൊതുജനാഭിപ്രായം ഇളക്കിവിടുന്ന രീതിയിലുള്ളതിനാൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും തടവും 2 ലക്ഷം ദിർഹവുമാണ് പിഴ. ചെറുവിമാനങ്ങൾക്ക് കുത്തനെ പറന്നുയരാനുള്ള ലാൻഡിംഗ് ടേക്ക് ഓഫ് സംവിധാനമായ വെർട്ടിപോർട്ടിന് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അനുമതി നൽകിയതോടെ ദുബായ് അബുദാബി യാത്ര അരമണിക്കൂറിൽ സാധ്യമാകും. റോഡ് മാർഗം 1.5 മണിക്കൂറെങ്കിലും വേണ്ടിവരുന്ന 139 കിലോമീറ്റർ യാത്രയ്ക്ക് പറക്കും ടാക്സിയിൽ 1/3 സമയം മതി. ഹ്രസ്വദൂര യാത്രയ്ക്ക് 5 പേർക്ക് വരെ ഉപയോഗിക്കാവുന്ന ചെറുവിമാനമാണിത്. 2026 വെർട്ടിപോർട്ട് നിലവിൽ വരുന്നതോടെ ഇത്തരം എയർ ടാക്സി സർവീസ് വ്യാപകമാകും. അതോടെ ഓഫീസ്, മെട്രോ സ്റ്റേഷൻ, വിമാനത്താവളം എന്നിവിടങ്ങളിലേക്ക് ഗതാഗത കുരുക്കിൽപ്പെടാത്ത അതിവേഗം എത്താൻ കഴിയും. ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ബാറ്ററിയിലാണ് വിമാനം പ്രവർത്തിക്കുക. ഇറാൻ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പൽ വിട്ടയക്കുമെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം. തടവിലുള്ളവർക്ക് കോൺസുലർ ആക്സസ് നൽകുമെന്നും എല്ലാവരെയും വൈകാതെ വിട്ടയക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ മാസം 13-നാണ് ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. മലയാളികളടക്കം 17 ഇന്ത്യക്കാരും റഷ്യ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, എസ്തോണിയ എന്നീ രാജ്യങ്ങളിലെ ജീവനക്കാരുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. സംഘത്തിലെ ഏക വനിതയായിരുന്ന ഡെക്ക് കേഡറ്റിയ തൃശൂർ സ്വദേശി ആൻഡസ് ജോസഫിനെ വിട്ടയച്ചിരുന്നു. UAE പ്രളയത്തെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന അസുഖങ്ങളുടെ ചികിത്സ ലക്ഷ്യമാക്കി ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഹെൽത്ത് സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ഏപ്രിൽ 28-ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 വരെ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി. മഴക്കെടുതി അനുഭവിക്കുന്നവർക്ക് നൽകിയ സേവനത്തിന്റെ തുടർച്ചയാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റൈനിൽ വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദം ബാധിക്കുമെന്നും അസ്ഥിരമായ കാലാവസ്ഥ ആയിരിക്കുമെന്നും മുന്നറിയിപ്പ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിലെ കാലാവസ്ഥാ വകുപ്പാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയത്. അസ്ഥിരമായ കാലാവസ്ഥ കുറച്ചു ദിവസങ്ങൾ നീണ്ടു നിന്നേക്കാം. മഴയും ഇടിയോട് കൂടിയ മഴയും ഏപ്രിൽ 30 ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ദെയ്ദിൽ പുതിയ സർവകലാശാല വരുന്നു. അൽദെയ്ദ് സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനത്തിൽ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി ഒപ്പുവെച്ചു. മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാർക്ക് ജോലി സാധ്യതയുള്ള സ്ഥാപനമായിരിക്കും ഇത്. കാർഷിക കോളേജായിരിക്കും ഇവിടുത്തെ പ്രത്യേകത. കൃഷി, പരിസ്ഥിതി, ഭക്ഷണം, കന്നുകാലികൾ എന്നിവയിൽ വൈദഗ്ധ്യമുള്ള അറബ് മേഖലയിലെ ലാഭേച്ഛയില്ലാത്ത ശാസ്ത്ര സ്ഥാപനമായ അൽദെയ്ദ് സർവകലാശാല പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ ഐഷ അഹമ്മദ് മുഹമ്മദ് അബു ഷലൈബിയെ അൽദെയ്ദ് സർവകലാശാലയുടെ ചാൻസലറായും ഡോക്ടർ മെലിസ ഫിറ്റ്സ് ടെറാൾഡിനെ ഡീനായും ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ നിയമിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.